ഡിയർ ഫ്രണ്ട്സ്, ഞാനിവിടെ അബുദാബിയിലാണ് അപ്പോൾ അബുദാബിയിൽ ഇപ്പോൾ ഒരു വിസ ക്യാൻസലേഷൻ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നിൽക്കുവാണ്. അടുത്തൊരു ജോലിയിലോട്ട് കയറാനായിട്ടുള്ളൊരു പരിപാടി നിൽക്കുക. അപ്പോൾ റൂമിൽ കുറച്ച് ദിവസമായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതിരുന്നപ്പോഴിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് പറയാമെന്ന് വെച്ചു. അതുകൊണ്ട് ഇങ്ങനൊരു വോയിസ് ഇടുവാണ്. ഇവിടെ നമ്മൾ യുദ്ധം നടക്കുന്ന സമയത്ത്, അതായത് ഫെബ്രുവരി 28 യുദ്ധം സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ്. അതായത് ഓട്ടോ ലോണിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെ അടുത്തൊരു മാർക്കറ്റുണ്ട്, റാഹേൽ എന്ന് പറഞ്ഞിട്ട്. അതായത് ഷാർജയിലെ സൂഖിൽ ഹറാജ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഓട്ടോ മാർക്കറ്റുണ്ട്. അതുപോലൊരു മാർക്കറ്റാണ് ഇവിടെ റാഹേൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഓട്ടോ മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ കൂടുതലും പോയിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്, ഓട്ടോ ലോൺ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. അങ്ങനെ നമ്മൾ യുദ്ധം നടക്കുന്ന സമയത്ത് സിറ്റുവേഷനെല്ലാം മോശമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ബിസിനസ് കൊണ്ടുവന്നേ പറ്റും. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ ഓട്ടോ മാർക്കറ്റ് എപ്പോഴും ഓപ്പണാണ്. യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു എയർബേസ് ക്യാമ്പുണ്ട്. അതാണ് ഇത് പറയാനുള്ളൊരു സാഹചര്യം. ആ എയർബേസ് ക്യാമ്പിൻ്റെ അടുത്ത് തന്നെ അത് ഈ ഓട്ടോ മാർക്കറ്റ് ആയതിട്ടും അവിടെ അത് ഓപ്പണാണ്. ഈവനിങ് സമയത്താണ് ഓപ്പൺ ആവുന്നത്. അറിയാലോ, റംദാൻ ടൈമിലാണ് യുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളോട് ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഒന്നും ഒരു പ്രശ്നവുമില്ല, ആകാശത്ത് അവരെന്തൊക്കെയോ വെടിപൊട്ടിച്ച് കളിക്കുന്നുണ്ട്, ഈ രാജ്യത്ത് നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളിതെല്ലാം തരണം ചെയ്യും, ഇവിടെ ഇത് എല്ലാം ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനിത് പറയാനുള്ള സാഹചര്യം, അവരുടെ ഒരു പ്രസ്താവന ഇത് എത്രത്തോളം ബലപ്പെടുത്തുന്നതാണ് എന്ന് കാണിക്കുന്ന ഒരു റീസൺ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളെ ഈ ഓട്ടോ മാർക്കറ്റിൽ, അതായത് നമുക്ക് ഓട്ടോ മാർക്കറ്റിൽ എത്തണമെങ്കിൽ ബസ്സില്ല. അപ്പോൾ നമ്മൾ കമ്പനി കാറിലാണ് അന്നൊക്കെ മിക്കപ്പോഴും പോണത്. കാരണം നമ്മൾ ഈവനിങ് ടൈമിലാണ് പോണത്. അപ്പോൾ അന്ന് നമ്മൾ 5 പേരുണ്ട് കാറിനകത്ത്. നമ്മൾ ഓട്ടോ ലോൺ ടീമിൻ്റെ 5 പേരുണ്ട്. നമ്മൾ കാറിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ റോഡുകൾ അറിയാമല്ലോ, നല്ല സ്പീഡിൽ വേണം പോകാനായിട്ട്. ഓരോ ട്രാക്കിനും ഓരോ സ്പീഡൊക്കെ ഉണ്ട്. മിനിമം സ്പീഡിൽ താഴെ പോകാനും പറ്റത്തില്ല. അപ്പോൾ നല്ല സ്പീഡിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ഒരു പോലീസ് ജീപ്പ് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി. പോലീസ് വാൻ, ഓക്കെ. അത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ അവർ നമ്മുടെ കൈ കാണിച്ചിട്ട് നിർത്തുന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം സ്ലോ ആക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താൻ പറ്റത്തില്ല. കാരണം അറിയാമല്ലോ, ഇവിടുത്തെ റോഡ് ബാക്കിൽ നിന്ന് വരുന്നവർ കൊണ്ട് നമ്മളെ ഇടിക്കും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ വളരെ സ്ലോ ആക്കി പോയി. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. എയർബേസ് ക്യാമ്പിനടുത്തുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി വല്ല ബോംബാണം വീണിട്ട് പോയി ബ്ലോക്ക് ചെയ്യുകയാണോ? കാരണം നമ്മുടെ നാട്ടിലൊക്കെ അറിയാം, എന്തെങ്കിലും പോലീസൊക്കെ ഇത്രയും വേഗത്തിൽ ഇത്രയും എമർജൻസി ആയിട്ടൊക്കെ പോകുന്നത് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ടായിരിക്കണം. അപ്പോൾ കുറച്ചൊന്ന് മുമ്പോട്ട് പോയപ്പോൾ അവിടെ ഒരു റിക്കവറി വാൻ ഇങ്ങനെ പതുക്കെ പോകുന്നതുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസമാവും. എന്തെങ്കിലും വെഹിക്കിൾ ആക്സിഡൻ്റ് ആയിരിക്കും, റോഡിലെന്തോ ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്, അതുകൊണ്ടാണ് എല്ലാവരും പതുക്കെ പോകുന്നതെന്ന് കരുതി. പിന്നെ അപ്പോഴത്തേനും കുറച്ച് വാഹനങ്ങളെല്ലാം, അതായത് ആദ്യം പോകുന്ന വാഹനങ്ങളെല്ലാം റൈറ്റിലേക്ക് പിടിച്ചിട്ട് പെതുക്കെ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ നമ്മളും റൈറ്റിലേക്ക് പിടിച്ച് പെതുക്കെ മുമ്പോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അതായത് പോലീസ് വാഹനത്തെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാൽ, അത് 2 വാത്തക്കുഞ്ഞുങ്ങൾ റോഡിലൂടെ നടന്നു പോവുക. ഈ വാത്തക്കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാനാണ് ഈ പോലീസ് വാഹനങ്ങൾ, 2 വാഹനങ്ങൾ വളരെ വേഗത്തിൽ സിറ്റിയിൽ നിന്ന് വന്ന് അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഒരു സൈഡ് മൊത്തം ബ്ലോക്ക് ചെയ്യുന്നു. മറ്റു വാഹനങ്ങൾ റൈഡിലേക്ക് കയറി പതുക്കെ പോകുന്നു. ആദ്യം പോയ വാഹനം, അതായത് ഈ റിക്കവറി വാൻ ഇതിൻ്റെ പുറകിലായതുകൊണ്ട് അത് ഇതിനെ സേവ് ചെയ്യുന്ന രീതിയിൽ പോയതാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ റിക്കവറി വാൻ കാരണമായിരിക്കും പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പോലീസ് വളരെ വേഗത്തിലെത്തി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അവർക്ക് എങ്ങോട്ടാണോ പോകുന്നത് ആ ദൂരം വരെയും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. അപ്പം ഞാൻ വണ്ടിക്കകത്തിരുന്ന് പറഞ്ഞു, തമാശയ്ക്ക് പറഞ്ഞു, അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനെ ഇപ്പോൾ എടുത്ത് കൊണ്ടുപോയി കറിയാക്കിയിട്ടുണ്ടാവും അല്ലേ, 2 വാത്തക്കുഞ്ഞുങ്ങളെയൊക്കെ റോഡിൽ കിട്ടുമ്പോൾ. എല്ലാവരുടെ കാര്യമല്ല കേട്ടോ, ചിലപ്പോൾ ചിലരെങ്കിലുമൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 2 വാത്തക്കുഞ്ഞുങ്ങൾക്ക് ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്കന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എത്രത്തോളം വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും റാഹേൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, എയർബേസ് ക്യാമ്പിൻ്റെ അടുത്ത് ഇത്രത്തോളം ബോംബുകളും കാര്യങ്ങളും വന്ന് വീഴുന്നൊരു സ്ഥലത്ത് അവർ ഓട്ടോ മാർക്കറ്റും തുറന്ന് രാത്രിയിൽ അവരവിടെ ഇരിക്കണമെങ്കിൽ
ഈ രാജ്യത്ത് എന്തുമാത്രം വിശ്വാസം അർപ്പിച്ചിട്ടാണ് അവരിയ്ക്കുന്നതെന്ന് അന്ന് ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി മനസ്സിലായി. കാരണം നമ്മൾ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ന്യൂ ടു കൺട്രി, പുതിയ ആൾക്കാരാണ്, ഡ്രൈവർ ഒഴിച്ചിട്ട്. ഡ്രൈവർ എന്ന് വെച്ചാൽ നമ്മുടെ കൊളീഗാണ്. അപ്പോൾ പുള്ളി ഒഴിച്ച് ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ് നമ്മുടെ കൺട്രിയിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അതൊന്ന് പറയാനായിട്ട് ഞാൻ ഈ ഫോട്ടോസൊക്കെ ഇത് ആഡ് ചെയ്തിട്ടതേ ഉള്ളൂ. നല്ല ഫോട്ടോസ് കാര്യങ്ങളൊന്നുമല്ല, ഇതൊരു ഫസ്റ്റ് എൻ്റെ ഒരു ടോപ്പിക്കായിട്ട് ഇടുന്നതേ ഉള്ളൂ. അടുത്ത തവണ ഞാൻ നല്ല വീഡിയോസോ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ നടന്ന കുറേയേറെ നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.